അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഡെക്കറേഷനാണ്. 5 ഇഞ്ച് മോൾഡിൽ ബേക്ക് ചെയ്ത കേക്കാണ്. 1/2 kg കേക്കാണ് കേട്ടോ. അപ്പോൾ കേക്കിലേക്ക് ഐസിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്കിൻ്റെ സൈഡിൽ ഇതുപോലെ കുറച്ച് ലൈൻസ് ഒന്ന് കൊടുക്കാം. ഈ ലൈൻസ് കൊടുത്തതിന് ശേഷം നമുക്കിനി വേണ്ട ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗനാഷ് നമുക്ക് കേക്കിൻ്റെ സൈഡിൽ കുറച്ച് ഭാഗത്ത് മാത്രമായിട്ട് ഇതുപോലെ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നോസിൽ ഡെക്കറേഷൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ എടുക്കുന്ന നോസിൽ ഈ ഒരു ടിപ്പാണ് 132 ആണ് കേട്ടോ. എടുക്കുന്ന ക്രീം വൈറ്റ് കളർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ആ ഒരു ഡ്രിപ്പ് കൊടുത്തതിന് ആ ഒരു ചേർന്ന് വരുന്ന ഭാഗത്തായിട്ട് ഇതുപോലെ കേക്കിൻ്റെ ടോപ്പിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കുന്ന ആ ഒരു ഡിസൈനാട്ടോ കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ ഏതാണോ സ്റ്റാർ ടിപ്പായിട്ടുള്ളത് ആ ഒരു നോസിൽ കുറച്ചൊന്ന് വലിയ ടിപ്പാണെങ്കിൽ കുറച്ച് നന്നായിരിക്കും കേട്ടോ. ആ ഒരു നോസിൽ യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ കേക്കിൻ്റെ ടോപ്പിൽ ഈ ഒരു ഡിസൈൻ ഒന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ കുറച്ച് ചോക്ലേറ്റ് ബോൾസ് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ആ ഒരു ബോൾസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഗാർണിഷ് ഇതുപോലെ ഒന്ന് കേക്കിലേക്ക് ഒന്ന് കൊടുക്കുക. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ആ ഒരു ചോക്ലേറ്റ് ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കേക്കിലേക്ക് ആ ഒരു ഗാർണിഷൊക്കെ ഒന്ന് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മാത്രം കേട്ടോ ആ ഒരു നമ്മൾ ആ ട്രിപ്പ് കൊടുത്ത ഭാഗത്ത് മാത്രമായിട്ടാണ് ഈ ഒരു ചോക്ലേറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ഷുഗർ ബോൾസ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഗോൾഡൻ കളറാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ സിൽവറിനേക്കാളും കുറച്ച് നന്നായിട്ട് ഈ ഒരു ചോക്ലേറ്റിൽ നമുക്ക് നന്നായിട്ട് കാണുന്നത് ഈ ഒരു ഗോൾഡൻ ആയിരിക്കും കേട്ടോ. നമുക്കിനി കേക്കിലേക്ക് ഒരു ടോപ്പറും കൂടെ ഒന്ന് കൊടുക്കാം. ഞാൻ അവിടെ കേക്കിൻ്റെ സെൻറ്ററിലായിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി കേക്കിലേക്കുള്ള ആ ഒരു മാറ്റർ നെയിമൊക്കെ നമുക്ക് വേണമെങ്കിൽ കേക്ക് ബോർഡിലായിട്ടൊന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ആ ഒരു ടോപ്പറൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കേക്കിൻ്റെ ടോപ്പിലായിട്ട് തന്നെ ഒന്ന് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ കഴിഞ്ഞായിട്ട് നമ്മുടെ കേക്കിൻ്റെ വർക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ഡെക്കറേഷനാണ്. നല്ലൊരു ലുക്കിൽ നമ്മുടെ കേക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്